ഹായ് എവരിവൺ, ഡോക്ടർ ഷിഹാബ് ആലുകളാണ്. ദിവസവും നടക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് നോക്കാം. നടത്തം എന്നുള്ളത് ആരോഗ്യത്തിനായി ലഭ്യമായ ഏറ്റവും വില കുറഞ്ഞതും അതേസമയം ഏറ്റവും ശക്തവുമായ ചികിത്സകളിൽ ഒന്നുമാണ്. എല്ലാ രോഗികൾക്കും ഞാൻ നടത്തം ശുപാർശ ചെയ്യാറുമുണ്ട്. ഇന്ന് പലപ്പോഴും ജിം മെമ്പർഷിപ്പുകൾ, അതുപോലെ തന്നെ വില കൂടിയ സപ്ലിമെന്റുകൾ, ഫിറ്റ്നസ് ഉപകരണങ്ങൾ ഇവയൊക്കെ നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നടക്കുക എന്നുള്ളത് വളരെ ലളിതമായ ഒരു ഉപദേശമായി തോന്നാം. പക്ഷേ റിസർച്ചുകൾ പറയുന്നത് അത്ഭുതകരമായ കാര്യങ്ങളാണ്. ദിവസവും സ്ഥിരമായി നടക്കുന്നത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അവഗണിക്കാൻ കഴിയാത്തത്ര വലുതുമാണ്. മിക്ക ആളുകൾക്കും നടത്തത്തിന്റെ ഗുണങ്ങൾ എന്നുള്ളത് ഏതാനും കലോറി കത്തിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് അറിയുകയില്ല. അവർ കരുതുന്നത് ഏതാനും കലോറികൾ കത്തിക്കാൻ മാത്രമാണ് നടക്കുന്നതെന്നാണ്. പക്ഷേ അതുകൂടാതെ നമ്മുടെ ശരീരത്തിന് മറ്റു പല ഗുണങ്ങളും നടത്തം കൊണ്ട് ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ശരീരം ചലിപ്പിക്കുന്നത് ഒരാളുടെ ദീർഘായുസ്സിനെയും അതുപോലെ തന്നെ ആരോഗ്യകരമായ ജീവിതത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും ശക്തമായ ഘടകങ്ങളിലൊന്നാണ്. ഇന്ന് ദിവസവും നടക്കുമ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്ന പ്രധാന ഗുണങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം എങ്ങനെ ഇത് ജീവിതത്തിൽ നടപ്പിലാക്കാം എന്നും നമുക്ക് കാണാവുന്നതാണ്. ആദ്യമായി നടത്തം ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു. ഒരു 4 ലക്ഷത്തിലധികം ആളുകൾ ഉൾപ്പെടുത്തി നടത്തിയ ഒരു വലിയ പഠനത്തിൽ ദിവസവും നടക്കുന്നത് ഹൃദ്രോഗം മൂലമുള്ള മരണസാധ്യത ഗണ്യമായി കുറയ്ക്കുന്നതായി കണ്ടെത്തി. കൂടുതൽ ചുവടുകൾ നടന്നവരിൽ ഹൃദ്രോഗത്തിന്റെ സാധ്യത വളരെ കുറവായിരുന്നു. ഏകദേശം 7000 മുതൽ 10000 വരെ സ്റ്റെപ്സ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നതുമായി ഇതിൽ കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ നടത്തം കൊണ്ട് ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ദിവസവും നടക്കുമ്പോൾ രക്തക്കുഴലുകളുടെ അകത്തെ പാളിയായ എൻഡോത്തീലിയം കൂടുതൽ ആരോഗ്യകരമാകുന്നു. അതുപോലെ തന്നെ ധമനികളുടെ സ്റ്റിഫ്നെസ് കുറയുകയും രക്തസമ്മർദ്ദം കുറയുകയും കൊളസ്ട്രോൾ പ്രൊഫൈൽ മെച്ചപ്പെടുകയും ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയുകയൊക്കെ ചെയ്യുന്നു. ഇവയെല്ലാം തന്നെ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട്. മറ്റൊരു പഠനത്തിൽ കണ്ടെത്തിയത് ആഴ്ചയിൽ ഒരു 3 മണിക്കൂറെങ്കിലും വേഗത്തിൽ നടന്നവർക്ക് ഹൃദ്രോഗത്തിന്റെ സാധ്യത 35% വരെ കുറവായിരുന്നു എന്നുള്ളതാണ്. വെറും നടത്തത്തിലൂടെയാണ് ഇത്ര വലിയ ഒരു ഗുണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തതായി നടക്കുന്നത് കൊണ്ട് രക്തസമ്മർദ്ദം കുറയാനും ഇത് സഹായിക്കുന്നുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം ഏറ്റവും സാധാരണയായി കാണുന്ന ഒരു പ്രശ്നങ്ങളിൽ ഒന്നാണ്. മിക്കവാറും പേർക്ക് 140 മുകളിൽ സിസ്റ്റോളിക് BP ഉണ്ട്. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. കാരണം വർഷങ്ങളോളം രക്തക്കുഴലുകളെ ഇത് നിശബ്ദമായി നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദിവസം നടക്കുമ്പോൾ സംഭവിക്കുന്നത് ശരാശരി ഒരു 3 മുതൽ 4 mm വരെ രക്തസമ്മർദ്ദം കുറയാൻ ഇത് സഹായിക്കും. ഇത് വളരെ ചെറിയൊരു സംഖ്യയായി തോന്നാം, പക്ഷേ ഇത് ഹൃദയാഘാതം, അതുപോലെ തന്നെ സ്ട്രോക്കുകൾ ഇവയൊക്കെ ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അടുത്തതായി നടത്തം രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണത്തെ മെച്ചപ്പെടുത്തുന്നു. നിങ്ങൾ നടക്കുമ്പോൾ കാലുകളിലെ പേശികൾ രക്തത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ നേരിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ഇൻസുലിൻ പൂർണ്ണമായി ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണശേഷം നടക്കുന്നത് പ്രത്യേകിച്ച് വളരെ ഗുണകരമാണ്. ഇനി ഒരു 15 മിനിറ്റ് വീതമുള്ള 3 നടത്തങ്ങൾ, അതായത് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഭക്ഷണം കഴിഞ്ഞ് നടക്കുന്നത് ഒരേ സമയം 45 മിനിറ്റ് നടക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഭക്ഷണശേഷം നടക്കുക എന്നുള്ളത് വെറുതെ സമയം കളയുന്ന ഒരു പരിപാടിയല്ല എന്ന് മനസ്സിലാക്കുക. അത് ഒരു ശക്തമായ ഒരു ചികിത്സയാണ്. അത് നിങ്ങളുടെ ഷുഗറിനെ നിയന്ത്രിക്കാനും പ്രത്യേകിച്ച് പ്രീ ഡയബറ്റീസ് ആയിട്ടുള്ളവർക്ക്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക്, ടൈപ്പ് 2 പ്രമേഹമുള്ളവർക്ക്, വയറ്റിലെ കൊഴുപ്പ് അധികമായിട്ടുള്ളവർ ഇവർക്കൊക്കെ വളരെ ഗുണം ചെയ്യാറുണ്ട്. അടുത്തതായി നടത്തം വൃക്കകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതാണ്. ഒരു പഠനത്തിൽ കണ്ടത് സ്ഥിരമായി നടക്കുന്നവർക്ക് വൃക്കകൾ പൂർണ്ണമായി പ്രവർത്തനരഹിതമാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ നടക്കുമ്പോൾ വൃക്കകൾക്ക് എങ്ങനെയാണ് ഗുണം ലഭിക്കുന്നതെന്ന് നോക്കാം. ദിവസവും നടക്കുമ്പോൾ രക്തസമ്മർദ്ദം കുറയുന്നു. അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു. അതുപോലെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയുകയും ചെയ്യുന്നു. ഇവയൊക്കെ വൃക്കകളെ സംരക്ഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. വൃക്കകളിലെ ചെറിയ ഫിൽറ്ററുകളായ ഗ്ലോമറുകളിലുണ്ടാകുന്ന അമിതമായ സമ്മർദ്ദം ഇപ്രകാരം കുറയുന്നതിനാൽ വൃക്കനാശത്തിന്റെ വേഗത കുറയുകയും ചെയ്യുന്നു. അടുത്തതായി നടത്തം കരളിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു.
ഈ അടുത്ത കാലത്ത് മദ്യപാനമില്ലാതെ ഉണ്ടാകുന്ന ഫാറ്റി ലിവർ, അതായത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, ഒരു സാധാരണമായ ഒരു കരൾ രോഗങ്ങളൊന്നായി വന്നിട്ടുണ്ട്. പ്രായപൂർത്തിയായവരിൽ ഏകദേശം 25 മുതൽ 30% വരെ ആളുകൾക്കും ഇതുണ്ടാകാം. പക്ഷേ പലർക്കും ഉം, അത് അറിയാറില്ല. ആദ്യഘട്ടത്തിൽ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാകാറില്ല. ക്രമേണ ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി പിന്നീട് ഇൻഫ്ലമേഷനും ഒക്കെ ഉണ്ടാകാറുണ്ട്. അവസാനം സിറോസിസ് പോലെയുള്ള ഗുരുതര പ്രശ്നങ്ങളിലേക്ക് എത്താനും ഇത് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനുള്ള ഏറ്റവും ഫലപ്രദമായ ചികിത്സകളിൽ ഒന്ന് സ്ഥിരമായ നടത്തം തന്നെയാണ്. അമിതമായ വേഗത്തിൽ നടക്കുന്നത് ഇങ്ങനെ ലിവറിൽ കൂടുതലായി ഫാറ്റ് അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുന്നു. അപ്പോൾ ശരീരഭാരം കുറയാതിരുന്നാലും കരളിലെ കൊഴുപ്പ് കുറയാമെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഗുണം ലഭിക്കുന്നത് ഭാരം കുറയുന്നത് കൊണ്ട് മാത്രമല്ല, നടത്തം എന്നുള്ളത് നേരിട്ട് ലിവറിന്റെ മെറ്റബോളിസത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ നടത്തം കരളിൽ ചെയ്യുന്ന മാറ്റങ്ങൾ ഇത് കരളിലെ ലിവറിലെ ഫാറ്റിനെ ബേൺ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ ഫാറ്റ് കരളിലേക്ക് എത്തുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പുതിയ ഫാറ്റ് രൂപപ്പെടുന്നത് തടയാനും ഇത് സഹായിക്കുന്നുണ്ട്. അടുത്തതായി നടത്തം സന്ധികളുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് മെച്ചപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. പലരും കരുതുന്നത് കൂടുതൽ നടന്നാൽ മുട്ടുകൾക്ക് കൂടുതൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ വിപരീതമാണ് കാര്യങ്ങൾ. എന്തുകൊണ്ടാണ്? സന്ധികളിലെ കാർട്ടിലേജുകൾക്ക് നേരിട്ട് ബ്ലഡ് സപ്ലൈ ഇല്ല. സന്ധിക്കുള്ളിലെ ദ്രാവകത്തിൽ നിന്നാണ് അവയ്ക്ക് പോഷണങ്ങൾ ലഭിക്കുന്നത്. അത് പോഷണം ലഭിക്കുവാനായിട്ട് നിങ്ങളുടെ സന്ധികൾ ചലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജോയിന്റുകൾ ഇപ്രകാരം ചലിപ്പിക്കാതിരുന്നാൽ നിങ്ങളുടെ ജോയിന്റുകൾ കൂടുതൽ ടൈറ്റ് ആവുകയും അവയ്ക്ക് വേണ്ട ന്യൂട്രിയൻസ് ലഭിക്കാതെ വരികയും അവ വേഗത്തിൽ തന്നെ അവയ്ക്ക് കൂടുതൽ ആർത്രൈറ്റിസ് പോലെ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി നടക്കുന്നവരിൽ മുട്ടുവേദന കുറയാനും അതുപോലെ തന്നെ ജോയിന്റുകൾ കൂടുതൽ കൂടുതൽ ആരോഗ്യകരമായി കൂടുതൽ പ്രവർത്തനക്ഷമതയോടെ നിലനിൽക്കാനും അത് സഹായിക്കുന്നുണ്ട്. കൂടാതെ നടത്തം എന്നുള്ളത് തുടയിലെ പേശികൾ, അതുപോലെ തന്നെ അരക്കെട്ടിലെ പേശികൾ, നിതംബത്തിലെ പേശികൾ ഇവയൊക്കെയും ശക്തമാക്കുന്നുണ്ട്. ഈ പേശികൾ ഈ സന്ധികൾക്ക്, ജോയിന്റുകൾക്ക് ഒരു നാച്ചുറൽ ഷോക്ക് അബ്സോർബുകളായി പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ടും നിങ്ങളുടെ ജോയിന്റ്സുകൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇനി അടുത്തതായി നടത്തം എന്നുള്ളത് പേശികളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും. പ്രായം കൂടുന്നതിനനുസരിച്ച് പേശികൾ കുറയുന്നത് സ്വാഭാവികമാണ്. ഇതിനെ സാർക്കോപീനിയ എന്നാണ് പറയുന്നത്. ഇതാണ് പല വയസ്സായിട്ടുള്ള ആളുകളും പെട്ടെന്ന് സ്ലിപ്പായി വീഴാനൊക്കെ കാരണമാകുന്നത്. ഈ നടത്തം മാത്രം കൊണ്ട് ജിമ്മിൽ ചെയ്യുന്ന പോലെ വലിയ പേശികൾ ഉണ്ടാകില്ല. പക്ഷേ നിലവിലുള്ള പേശികളെ സംരക്ഷിക്കാൻ ഈ നടത്തം അത്യന്തം ഫലപ്രദമാണ്. ഒരു ദിവസവും കൂടുതൽ നടന്നവർക്ക് 4 വർഷത്തിന് സംഭവിക്കാവുന്ന പേശി നഷ്ടം വളരെ കുറവാണെന്നും മറ്റൊരു റിസർച്ചിൽ കണ്ടെത്തുകയുണ്ടായി. ഇതിന് കാരണം ഇത് ഇൻസുലിൻ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ പേശികൾക്ക് കൂടുതൽ ഊർജം ലഭിക്കാനും മസ്തിഷ്കവും പേശികളും തമ്മിലുള്ള ബന്ധം ശക്തമാകാനും ബാലൻസ് മെച്ചപ്പെടാനും വീഴ്ചയുടെ സാധ്യത കുറയാനും ഇതൊക്കെയും ഈ നടത്തം സഹായകരമാണ്. മറ്റൊരു ഗുണം ഇത് നടത്തം മാനസികാരോഗ്യവും അതുപോലെ തന്നെ ഓർമ്മശക്തിയും മെച്ചപ്പെടുന്നു എന്നുള്ളതാണ്. ഈ നടത്തവും മാനസികാരോഗ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെയേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ദിവസവും നടക്കുന്നത് ഡിപ്രഷൻ കുറയ്ക്കുന്നു, അതുപോലെ തന്നെ നിങ്ങളുടെ ആങ്സൈറ്റി കുറയ്ക്കുന്നു, മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയാൻ സഹായിക്കുന്നു. അപ്പോൾ നടക്കുന്നതുകൊണ്ട് തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നടക്കുമ്പോൾ ശരീരത്തിൽ എൻഡോർഫിനുകൾ രൂപപ്പെടുന്നുണ്ട്. ഇവ സ്വാഭാവികമായി ശരീരത്തിന് സന്തോഷം നൽകുന്ന നാച്ചുറൽ ഹാപ്പി ഹോർമോണുകളാണ്. അതുപോലെ തന്നെ നടത്തം കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപിക് ഫാക്ടർ എന്ന തലച്ചോറിന്റെ ഒരു വളർച്ച ഘടകത്തിനെയും ഇത് വർദ്ധിപ്പിക്കുന്നു. ഇത് തലച്ചോറിന് പ്രകൃതിദത്തമായി ലഭിക്കുന്ന ഒരു പോഷണം തന്നെയാണ്. ഈ BDNF വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും അതുപോലെ തന്നെ ചിന്താശേഷി വർദ്ധിക്കുകയും പഠനശേഷി വർദ്ധിക്കുകയും ഡിമെൻഷ്യയുടെ സാധ്യത കുറയുകയും ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ മൂവ്മെന്റ് ഉള്ള ചലനാത്മകമായ ജീവിതം നയിക്കുന്നവർക്ക് ഡിമെൻഷ്യയുടെ വളരെ സാധ്യത കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്.
ഇതിനെല്ലാം ഉപരിയായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രധാന ഗുണം നിങ്ങൾക്ക് കൂടുതൽ കാലം ആരോഗ്യകരമായി ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മുൻപ് പറഞ്ഞ എല്ലാ ഗുണങ്ങളും നിങ്ങളൊന്ന് ചേർത്ത് വെച്ച് നോക്കുക. അതായത് ഹൃദയം കൂടുതൽ ആരോഗ്യകരമാകുന്നു, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയുന്നു, വൃക്കകൾ സംരക്ഷിക്കപ്പെടുന്നു, ഉം, അതുപോലെ തന്നെ ലിവറിന്റെ ഹെൽത്ത് മെച്ചപ്പെടുന്നു, ജോയിന്റ്സ് കൂടുതൽ ഹെൽത്തി ആകുന്നു, പേശികൾ കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നു, അതുപോലെ കൂടുതൽ ഹാപ്പി ആയി ജീവിക്കാൻ സാധിക്കുന്നു. ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്താണ്? നിങ്ങൾക്ക് ഒരു ദീർഘമായ നല്ല ഒരു ആയുസ്സ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദിവസവും 7000 ദിവസവും ഏകദേശം ഒരു 7, 8, 7000, 8000 സ്റ്റെപ്സ് നടക്കുന്നവർക്ക് മരണസാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചുകൂടി കുറവാണെന്നും പല റിസർച്ചുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വാർദ്ധക്യത്തെ തടയുവാനും ഇങ്ങനെ ഈ നടത്തം നിങ്ങളെ സഹായിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾ ഒരു 15,000 അല്ലെങ്കിൽ 20,000 സ്റ്റെപ്സ് ഒന്നും നടക്കേണ്ടതില്ല. ഡെയിലി ഒരു ഏകദേശം ഒരു 6,000, 7,000 സ്റ്റെപ്സ് മതി. മിക്ക ആളുകൾക്കും ഇത് കൈവരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഇപ്പോൾ ഡെയിലി എത്ര സ്റ്റെപ്സ് ആണ് നടക്കുന്നതെന്ന് കണ്ടെത്തുക. ദിവസവും ഒരു 3000-ൽ താഴെയാണെങ്കിൽ അടുത്ത 2 ആഴ്ച കൊണ്ട് അതൊരു 10-15 മിനിറ്റ് ഒന്ന് നിങ്ങളുടെ നടത്തം ഒന്ന് കൂട്ടിച്ചേർക്കുക. അത് ശീലം ആയതിന് ശേഷം മാത്രം പിന്നീട് ഇൻക്രീസ് ചെയ്യുക. അങ്ങനെ ഈ ഭക്ഷണത്തിന് ശേഷം നടക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ദിവസവും ഒരു 7,000 സ്റ്റെപ്സ് എങ്കിലും നിങ്ങളുടെ ഒരു ലക്ഷ്യമായി നിങ്ങൾ പരിഗണിക്കുകയും ചെയ്യുക. ഇനി ഈ നടത്തത്തിന്റെ ഏറ്റവും ശരിയായ വേഗത എന്താണെന്ന് നോക്കാം. നടക്കുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയണം. പക്ഷേ നിങ്ങൾക്ക് ഒരു പാട്ട് പാടാനോ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് പാടാനോ മറ്റോ ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വേഗത എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ദിവസവും നന്നായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം നന്നായി നടന്നുകൊണ്ട് വളരെ വലിയൊരു മാറ്റമൊന്നും ഉണ്ടാകില്ല. പക്ഷേ ഒരു 6 ആഴ്ചയെങ്കിലും തുടർച്ചയായി നടന്നാൽ ശരീരം മാറി തുടങ്ങും. അതിനാൽ തന്നെ നിങ്ങൾ ഒരേ സമയം തിരഞ്ഞെടുക്കുക, ഇഷ്ടപ്പെട്ട വഴി തിരഞ്ഞെടുക്കുക. ഇനി കൂടെ നടക്കാൻ നിങ്ങളുടെ പോലെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ കണ്ടെത്തുകയും ചെയ്യുക. അപ്പോൾ ഇന്ന് മുതൽ തന്നെ നിങ്ങൾ നടത്തം സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുക.